ഹലോ ഗായ്സ്, ഇന്ന് ഇഡ്ഡലിക്ക് കൂട്ടാൻ പറ്റിയ നല്ലൊരു ചട്നീൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. തക്കാളി ചട്നിയാണ് ഇത്. നല്ല റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉഴുന്നും കുറച്ച് കടലപ്പരിപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടായി റോസ്റ്റാക്കി എടുക്കുക. അതിൻ്റെ ശേഷം വേണമായത് വെളുത്തുള്ളിയും തക്കാളിയും ഉള്ളിയും വറ്റൽമുളകും പച്ചമുളകും നല്ലോണം അരിഞ്ഞിട്ടുള്ള ഞാനൊരു 4-5 പേർക്കുള്ളതാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നിയാണ്. ഞാനിത് ഒരിക്കൽ ആക്കാൻ തുടങ്ങി. ഒരു പ്രാവശ്യം എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ്, ഒരു പ്രാവശ്യം നോക്കിയിട്ട് ആക്കാൻ തുടങ്ങി. അതിൻ്റെ ശേഷം ഇതന്നെ എപ്പോൾ ഇഡ്ഡലി ആക്കലും ഇതേ ആക്കി നോക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടോ ഇല്ലയെന്ന്. എല്ലാവരും പിന്നെ അറിയിക്കുക എനിക്ക് കമൻറ്റിൽ എങ്ങനെ ഉണ്ടായിന്ന്. പിന്നെ ഇത് നല്ലോണം വെന്ത് വരണം. വെന്ത് വന്നതിൻ്റെ ശേഷം കുറച്ച് നേരം ആറാൻ വെക്കുക. നല്ലോണം ആറിയതിൻ്റെ ശേഷം മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് മിക്സി ആക്കണേ, അടിച്ചെടുക്കണം. അതിൻ്റെ കാട്ടി മുമ്പേ അതിന് കുറച്ച് പുളിയും കുറച്ച് ഉപ്പും കുറച്ച് എരിവിനനുസരിച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നല്ലോണം ഫൈൻ പേസ്റ്റ് ആവുന്നവരെ അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട. അതിൻ്റെ ശേഷം നമുക്കതിന് താളിക്കണം. കുറച്ച് അതേ അപ്പളേ ഞാൻ ആക്കി അതേ ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകും കരിയാപ്പിലയും 2 വറ്റൽമുളകും പൊട്ടിച്ചിട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ച പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഗൈസ്. കുറച്ച് അപ്പോൾ ടേസ്റ്റ് നോക്കുക. ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എനിക്കത്ര പറഞ്ഞു തരാൻ അറിയില്ല, എങ്ങനെയാണ് പറയണ്ടതെന്ന് അറിയില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക. താങ്ക്